ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും അതേപോലെ ഇത് നമുക്കറിയാം നല്ല ചൂടാണ്. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് സൂര്യൻ്റെ കരിവാളിപ്പൊന്നും ഏൽക്കാതെ സ്കിന്ന് നല്ല ക്ലിയറും ഗ്ലോയിങ് ആയിട്ടൊക്കെ വെക്കാൻ സഹായിക്കുന്ന കുറച്ച് സൺസ്ക്രീൻസിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് കേട്ടോ കാണിക്കണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മായർത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീനാണ്. ഇതിൽ രണ്ട് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് വാട്ടറും നയാസിനമൈഡ് ആണ്. SPF 50യും PA4+ ആണ് വരുന്നത്. മമ്മായത്തിൻ്റെ പ്രൊഡക്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് സൺ പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഗ്ലാസ് സ്കിന്ന് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സൺസ്ക്രീനാണ്. ഇതിൽ റൈസ് വാട്ടറും നയാസിനമൈഡും കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം വേനൽക്കാലം ആകുമ്പോൾ ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ വെള്ളം കൊടുക്കുകയും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ സ്കിന്നിന് പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ കുറേ ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം മാർച്ച് തൊട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ റൈസ് വാട്ടർ കണ്ടൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. റൈസ് വാട്ടർ വരുന്ന ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു DIY പാക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീക്ക്ലി വൺസ് ആണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു 1 day ചലഞ്ച് എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സ്കിന്ന് അത്രയും നല്ലൊരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ ഒരു തിളക്കം നിങ്ങൾക്ക് വിസിബിളാണ്. ഞാൻ എൻ്റെ ഫേസിൽ പ്രത്യേകിച്ച് മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമാവും. കാരണം ഒന്നാമത് ചൂടാണ്, മേക്കപ്പൊക്കെ ഇട്ടാണെങ്കിൽ വേർത്തൊലിച്ച് നല്ല കുളമാവും. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള സൺസ്ക്രീൻ. ഒരു 300-നുള്ളിലൊക്കെയാണ് പ്രൈസ് വരുന്നത്. ആമസോണിൽ നിന്നാണ് എല്ലാ പ്രൊഡക്ട്സും ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് കേട്ടോ. ആമസോണിൽ ഇപ്പോൾ ഹ്യൂജ് ഡിസ്കൗണ്ട്സ് ആണ് ഉള്ളത്. ആമസോണിൽ മെഗാ ഫാഷൻ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ. അതുകൊണ്ട് തന്നെ അപ് ടു 70% ഓഫ് ഉണ്ട് എല്ലാ ടോപ്പ് ബ്രാൻഡ്സിനും. അപ്പോൾ ഈ ഒരു ടൈമിൽ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസ് ഹെർബൽസിൻ്റെ സേഫ് സൺ UV സ്കിൻ മാറ്റേ ജെല്ലാണ്. ഇതൊരു ജെൽ ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ഇത് ഭയങ്കര അൾട്രാ സൂത്തിങ് ആണ്, മാറ്റേ ലുക്കാണ്, നല്ല രീതിയിൽ ഓയിൽ കൺട്രോൾ ചെയ്യും. SPF 50യും PA++, UVA UVB ആണ്. നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലർക്കും ഇപ്പോൾ നോർമൽ ആയിക്കോട്ടെ, കോമ്പിനേഷൻ ആയിക്കോട്ടെ, അത്യാവശ്യം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഫേസിൽ നമുക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ നെറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ മൂക്കിന് ചുറ്റുമായിരിക്കും, ചിലപ്പോൾ താടിയിലായിരിക്കാം, ചിലർക്ക് കവിളിലൊക്കെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എനിക്ക് T-സോൺ ആ ഒരു രീതിയിലാണ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഓയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഓയിൽ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ ലോട്ടസിൻ്റെത്. അപ്പോൾ അതിനൊരു 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തത് LA ഷീൽഡിൻ്റെ ഈ ഒരു മാറ്റേ സൺസ്ക്രീൻ ജെല്ലാണ്. ഇതിൽ SPF 15+ഉം PA++ഉം ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. കെമിക്കൽ ഫിൽട്ടർ ഫ്രീ ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് അപ് ടു 8 hours വരെ നിൽക്കുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഇതിനുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. ഇത് നല്ലൊരു തിക്കായിട്ടുള്ള ക്രീം പോലെയാണ്. എടുത്തു പറയാനുള്ള കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സൺസ്ക്രീനും വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സൺസ്ക്രീൻസാണ് കേട്ടോ. ഇതിന് ഇത്തിരി പ്രൈസ് ഉണ്ട്. ഒരു 400 സംതിങ് ഒക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതിനുണ്ടെങ്കിൽ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ സ്പെഷ്യലായിട്ട് റിവ്യൂ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്, പക്ഷേ ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അടുത്ത സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മായർത്തിൻ്റെ വൈറ്റമിൻ C ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. ഇത് ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ റൈസ് വാട്ടർ ചലഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇത് നല്ല സാധനമാണ് കേട്ടോ. മുഖത്ത് കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറും. ഇതിൽ വിത്ത് വൈറ്റമിൻ Cയും ടർമറിക്കുമാണ് മെയിൻ കണ്ടൻറ്റ് വരുന്നത്. SPF 50യും PA++ഉം ആണ്. സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. മമ്മായർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പ്രൈസ് ഈ പറഞ്ഞ പോലെ ഒരു 300 സംതിങ്ങിന് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഒരുപാട് എന്താ പറയുക വാട്ടറി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ എന്താ പറയുക നമുക്ക് വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നാൽ നല്ലൊരു ഡ്യൂയി ഫിനിഷ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തതിട്ടുണ്ടെങ്കിൽ എംകഫേൻ്റെ നെക്കഡ് ആൻഡ് റോ കോഫി സൺസ്ക്രീൻ ലോഷനാണ്. ഇത് SPF 50യും PA++ഉം ആണ്. UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. മാറ്റിഫയിങ് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് ഈ പറഞ്ഞ പോലെ ഒരു 200 സംതിങ് ഒക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നല്ല രീതിയിൽ എന്താ പറയുക
സ്കിന്നിന് ഒരു സൺ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ വെയർ ചെയ്യുക. മുഖം വെയിലേറ്റ് കരിവാളിക്കുന്ന പ്രശ്നമായിക്കോട്ടെ, മുഖത്ത് അൺഇവനായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ, ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സൺസ്ക്രീൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ സ്കിൻ കെയറിൽ തന്നെ ഞാൻ ഏറ്റവും ആദ്യം വരുത്തിയ ഒരു ചേഞ്ചസ്, ഞാൻ സൺസ്ക്രീൻ ആദ്യമൊക്കെ അതൊരു 3-4 വർഷം മുന്നേ ഒക്കെ സ്കിപ്പ് ചെയ്യുമായിരുന്നു. ബാക്കി ഫേസ് വാഷ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ സ്കിൻ കെയറിൽ എപ്പോഴാണോ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയത് അന്നോട്ട് നല്ലൊരു മാറ്റം എനിക്കുണ്ട്. ഫേസ് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ മാറ്റത്തോടു കൂടി കൊണ്ടുപോകാം. അതായത് നല്ലൊരു എപ്പോഴും യങ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും അല്ലെങ്കിൽ റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സ്കിന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നല്ല രീതിയിൽ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതിപ്പോൾ മോർണിംഗ് ആയിക്കോട്ടെ ഈവനിങ് ആയിക്കോട്ടെ ഏത് ടൈമിലാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.